friends, welcome back to Delicious. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് മഗ് കേക്കാണ്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരോ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 2 ടേബിൾ സ്പൂൺ പൗഡർഡ് ഷുഗർ, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ളുപ്പ്, 1/2 ടീസ്പൂൺ വാനില എസൻസ്, 3 ടേബിൾ സ്പൂൺ പാലും 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്ത് നന്നായി കട്ടയൊന്നുമില്ലാതെ മിക്സാക്കി എടുക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിൻ്റെ കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ട്വിറ്ററിലൊന്നും ഫോളോ ചെയ്തില്ലെങ്കിൽ ഒന്ന് എന്നെ ഫോളോ ചെയ്യണേ. അതിലേക്ക് ഒരു 20 ഗ്രാമോളം വൈറ്റ് ചോക്ലേറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായി മുറിച്ചിട്ടതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ചിപ്സും ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്. നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക. കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മഗ്ഗിലേക്ക് മാറ്റാം. അത്യാവശ്യം വലുപ്പമുള്ള മഗ്ഗിൽ തന്നെയായിരിക്കണം നമ്മൾ കേക്ക് ബാറ്റർ ഒഴിക്കുന്നത്. ഇനി 1 മിനിറ്റ് മൈക്രോവേവ് ചെയ്തെടുക്കാം. 1 മിനിറ്റ് മൈക്രോവേവ് ചെയ്തെടുത്തിട്ടുണ്ട്. പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇനി അത് സോക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു 10 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മൈക്രോവേവ് ചെയ്തെടുക്കുന്നുണ്ട്. 30 സെക്കൻഡ്സ് മൈക്രോവേവ് ചെയ്തെടുത്തതാണ്. നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/8 കപ്പ് ഓഫ് പാല് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക. നിങ്ങളുടെ അടുത്ത് കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്കും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കണ്ടൻസ് മിൽക്ക് ഇല്ലാത്തതിനാൽ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പൗഡർഡ് ഷുഗറും കൂടി ചേർത്ത് നന്നായി മിക്സാക്കി കൊടുക്കുക. 1 ടേബിൾ സ്പൂണോളം ക്രീം കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക. കട്ടയൊന്നും ഇല്ലാതെ മിക്സാക്കി കിട്ടാനായിട്ട് ഞാൻ 1 മിനിറ്റത്തേക്കൊന്ന് മൈക്രോവേവ് ചെയ്ത് അരിച്ചെടുക്കുന്നുണ്ട്. നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. കട്ടയൊന്നുമില്ല, നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഈ ചോക്ലേറ്റ് മിൽക്ക് നമുക്ക് ഈ ഡാർക്ക് ചോക്ലേറ്റ് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണ്ടാന്നാണെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം. പക്ഷെ നല്ല ജ്യൂസി ആയിട്ടുള്ള കേക്ക് കിട്ടണമെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാതിരിക്കുക. അതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ്ക്രീമും ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ കുറച്ച് കൂടുതൽ വിപ്പിംഗ് ക്രീം ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് കേക്കിനപ്പോൾ ഒരു വാനില ഫ്ലേവേർഡ് ക്രീം ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ ഐസ്ക്രീം ഉപയോഗിച്ചാലും മതി. അതിന് മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങളത് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഞാൻ കഴിക്കാൻ തുടങ്ങാം കേട്ടോ. നല്ല ക്രീമിയാണ്, നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. really yummy. I can't stop eating. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല ക്രീമും ചോക്ലേറ്റും. I can't really stop eating. അതിൻ്റെ ഉള്ളിലുള്ള ചോക്ലേറ്റ് നല്ല ഫ്ലേവർ വരുന്നുണ്ട്. ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ വരുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡാർക്ക് ചോക്ലേറ്റ് കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.